ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി നാടൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. വെറും 5 മിനിറ്റ് മതി ഒരു കറി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ വീട്ടിൽ പച്ചക്കറികളൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഇന്ന് എന്ത് കറി വെക്കും പറഞ്ഞിട്ട് ആലോചിച്ചിട്ട് അന്തം വിട്ട് നിൽക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ഇട്ട ശേഷം കണ്ടു തുടങ്ങുക. അപ്പോൾ അതാ നമ്മുടെ ചീനച്ചട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 ഓട്ടകൾ എന്നെ കണ്ണും തുറച്ച് നോക്കിയിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരുന്നോട്ടെ, ആരും അത് ശ്രദ്ധിക്കേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ചുവന്നുള്ളി ഇതേപോലെ ഒരു പിടി എടുത്തിട്ട് നമ്മൾ അറിയാതെ തന്നെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് തക്കാളിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ പ്ലേ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറച്ച് അതിലേക്ക് വീണു. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് പെറുക്കിയിട്ടിട്ട് രണ്ടാമത്തെ എടുത്ത് കാണിച്ചാൽ കേട്ടോ. അപ്പോൾ ഇത് 2 തക്കാളി ഉണ്ടാവും. അപ്പോൾ ഇത് ഇതേപോലെ നൈസായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കുക. പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് 2 പച്ചമുളകാണ്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കറിയൊന്നും വെക്കാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തോനെ കറി വയ്ക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഉണ്ടാവാതിരിക്കുന്നതന്നെ നല്ലത്. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ട് ഇനി വേവിക്കുക. അപ്പോൾ വേറെ ഈ കറിക്ക് വേറൊരു പരിപാടിയില്ല. ഇനി ഇതിൽ തേങ്ങ അരച്ച് ചേർക്കണം, ആ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. വേറെ അധികം എക്സ്ട്രാ പൊടികളുണ്ട്, അതുപോലെ പച്ചക്കറി ചേർക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ വീട്ടിലൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ എടുത്തിട്ട് ഇതേപോലെ നല്ല അടിപൊളി കറി തയ്യാറാക്കാം. അപ്പോൾ അത് അവിടെ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾക്ക് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ അതാ ഇത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു തേങ്ങ മുറിയുടെ ഒരു ഭാഗം, ഒരു പിടി തേങ്ങ എടുത്തിട്ടുള്ളൂ. ഒരുപാട് തേങ്ങ ആവാതിരിക്കുന്നതാണ് നല്ലത്. ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം കേട്ടോ. തേങ്ങ അരയ്ക്കണേൽ നമ്മളൊന്നും വേറെ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇതാ അവിടെ തിളച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഒന്നുകൂടി ഈ തക്കാളി ഒന്ന് ഉടങ്ങി ഇട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ അത്ര നേരം ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു ഇത് വെന്ത് കിട്ടും. ഒരുപാട് വേവൊന്നും ഇല്ലല്ലോ തക്കാളിക്കാണെങ്കിലും ഉള്ളിക്കാണെങ്കിലും. അപ്പോൾ അതാ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ച് വെച്ച് നമുക്കത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ തേങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം. ഈ തേങ്ങ നമ്മൾ തിളപ്പിച്ചെടുക്കുന്നില്ല. നമ്മൾ പുളിശ്ശേരി മോര് കാച്ചി ഇതൊക്കെ വെക്കുമ്പോൾ നമ്മൾ കറിയൊന്ന് തേങ്ങയും മോരൊക്കെ നമ്മൾ ഒഴിച്ച ശേഷം തിളപ്പിക്കില്ലല്ലോ, ഒന്ന് കാച്ചിയെടുക്കുക ചെയ്യാറ്. അതേപോലെ തന്നെ കേട്ടോ, ഇത് നമ്മൾ തേങ്ങ അരച്ച് ഒഴിച്ച ശേഷം ഈ കറി നമ്മൾ തിളപ്പിക്കില്ല. തിള വരുമ്പോൾ തന്നെ നമുക്ക് എല്ലാവരുടെയും ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാവരുടെയും നന്നായിട്ടൊന്ന് ചൂട് പിടിപ്പിക്കുന്ന രീതിയിൽ ഒന്ന് കാച്ചിയെടുക്കുക ചെയ്യുന്നുള്ളൂ. തിള വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ കറി നന്നായിട്ട് വെള്ളം പോലെ ആവാനും പാടില്ല, ഒരുപാട് കട്ടിയാവാനും പാടില്ല. കുറച്ച് തേങ്ങ മാത്രം നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് കട്ടിയിലാവുന്നു ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരുപാട് വെള്ളത്തിലിരിക്കുന്നു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലെയിം ഇവിടെ ഓഫ് ചെയ്തിട്ടുണ്ട്. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കറി ഇനി താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി കറിയിൽ കഷ്ണം ഇല്ല എന്ന് പറയുന്നവർക്ക് ഇതിൻ്റെ ഇടയിലുള്ള ആ ഉള്ളി എടുത്ത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ കറിക്ക്. വളരെ പെട്ടെന്ന് വെറും 5 മിനിറ്റ് കൊണ്ട് ഈ കറി തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള നാടൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടി ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.